എല്ലാവർക്കും ഹാൻഡ്സ്റ്റെക്കിന്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ഒരു കസ്റ്റർഡ് ഉണ്ടാക്കിയിരുന്നു. അതിന് നല്ല ഒരു റിപ്ലൈ കിട്ടി. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ വക അതിന് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനവും സപ്പോർട്ടും ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മള് വീഡിയോ എടുക്കുന്നത് കുറച്ച് തക്കാളി വെച്ചിട്ട് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം കുറച്ച് പഴുത്ത തക്കാളി എടുക്കണം. അത് ഞങ്ങൾ കഴുകി എടുത്തിരിക്കുവാണ്. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ തക്കാളിയായിട്ട് ഇങ്ങനെ മുറിച്ചോണ്ടിരിക്കണം. നമ്മൾ ഒരു തക്കാളിനെ 6 പീസായിട്ടാണ് മുറിക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് മുറിക്കുന്നതിനകത്തേക്ക് കിടക്കാം. ഇതിപ്പോ നമ്മള് 1/2 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 1 കിലോ വേണമെങ്കിൽ എടുക്കാം. അപ്പൊ അത് നമ്മൾ ഈ മോൾ ഭാഗം ഒന്ന് മുറിച്ചോളണം. നമുക്ക് ഇങ്ങനെ കുറുകെ കട്ട് ചെയ്തിട്ട് ഇതൊരു 6 കഷ്ണം ഇതിന് കുഞ്ഞാക്കി മുറിക്കാം. നമുക്ക് എത്രമാത്രം കുഞ്ഞാക്കാൻ പറ്റുമോ, കാരണം കുഞ്ഞ് ഇതാക്കി കഴിയുമ്പോ നല്ലോണം പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പൊ നമ്മള് മുറിച്ച് ഇത്രയും ചെറിയ പീസായിട്ട് ആക്കിയിട്ടുണ്ട്. തക്കാളി കട്ട് ചെയ്തത് പ്രഷർ കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കാരണം തക്കാളിയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത്രയും വെള്ളം മതി. ഇനി നമുക്കിത് മൂടി വെക്കാം. നമ്മളിത് 5 വിസിൽ കേൾക്കണവരെ വെയിറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് 5 വിസിൽ കേൾക്കണവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ 5 വിസിൽ കഴിഞ്ഞ് കാണാം. ഇതിപ്പോ ആവി ഫുള്ള് പോയിട്ടുണ്ട്. നമ്മൾ 5 വിസിൽ കഴിഞ്ഞ് ഇനി ആവിയും കളഞ്ഞു വെച്ചേക്കുവാണ്. ഇനി തുറന്നിട്ട് ഇല്ലേ, തക്കാളിയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ചേ വെള്ളം ഒഴിച്ചുള്ളൂ. തക്കാളിയിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ ആറാൻ വെക്കണം. ഇനി ഇത് തണുക്കണം. തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി ബ്ലെൻഡറിൽ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് തണുപ്പിക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞ ശേഷം കാണാം. അപ്പോ നമ്മൾ ഈ തക്കാളി വെച്ചത് തണുത്തിട്ടുണ്ട്, ശരിക്കും തണുത്ത്. ഇനി നമുക്കിത് ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഫുള്ള് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നമുക്കിപ്പോ ഫുള്ള് ഇട്ട് കൊടുക്കാം, കാരണം നമ്മൾ 1/2 കിലോ തക്കാളി അടിച്ചിട്ടുള്ളൂ. 1 കിലോയ്ക്കാണെങ്കിൽ നമുക്ക് 2 ഇതായിട്ട് അടിക്കേണ്ടി വരും. ഫുള്ള് എടുത്തിട്ടുണ്ട്, നമുക്ക് അടിച്ചെടുക്കാം. അപ്പൊ നമ്മള് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ശരിക്കും ബ്ലെൻഡ് ചെയ്തുണ്ട്. ഇനി അരിപ്പയിലേക്ക് അരിപ്പയിൽ കൂടി നമ്മള് ഇത് ഒഴിക്കണം. സ്വന്തം പിടിച്ച അരിപ്പ ഒഴിച്ച് അയ്യോ താഴെല്ലടാ. ഇതിപ്പോ നമ്മള് ഒരു പ്രാവശ്യം അടിച്ചപ്പോ തന്നെയാണ് ഇങ്ങനെ വന്നത്. വേണമെങ്കിൽ നമ്മളിപ്പോ 1 മിനിറ്റ് അടിച്ചിട്ടുള്ളൂ. 1 മിനിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അധികം കുറച്ചേരം അടിച്ചാൽ തന്നെ പിന്നെ ജ്യൂസ് ആയി കിട്ടും. ഇപ്പോ നമ്മള് നേരത്തെ അരിച്ചെടുത്ത് നന്നായിട്ട് അരിച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ജ്യൂസ് ടൈപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാം. അപ്പൊ അതിനാവശ്യമായിട്ട് ഉള്ളത് വിനാഗിരി. ഞങ്ങളിപ്പോ നാടൻ വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്, അതാണ് ഇങ്ങനത്തെ കളറ്. പിന്നെ ഉപ്പ്, പഞ്ചസാര, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മതി, പിന്നെ മുളക് പൊടി. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ ആദ്യം ഞാൻ പഞ്ചസാരയാണ് ഇടുന്നത്. പഞ്ചസാര ഞാൻ ഒരു 2-2.5 ടേബിൾ സ്പൂണാണ് എടുത്തത്. അത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വിനാഗിരി, പുളി കിട്ടാൻ വേണ്ടിയാണ് വിനാഗിരി ഒഴിക്കണത്. ഇത്രയും മതി. പിന്നെ കുറച്ച് ഉപ്പ്,
അതാ പഞ്ചസാരയുടെ വിനാഗിരിയുടെ ഒക്കെ ടേസ്റ്റ് ഒന്ന് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത്. ഇനി കുറച്ച് കുരുമുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ പോലും നമ്മൾ എടുത്തില്ല. ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് മുളക് പൊടി. മുളക് പൊടി നിങ്ങൾക്കിപ്പോ ചില്ലി സോസ് ഉണ്ടാക്കണമെങ്കിൽ മുളക് പൊടി കൂട്ടിട്ട് തന്നെ റെഡ് ചില്ലി സോസ് ആവും. അപ്പൊ കുറച്ച് മുളക് പൊടി ഇടുന്നത്, കാരണം നമ്മള് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇളക്കി കഴിയുമ്പോ എരിവുണ്ടെങ്കിൽ ഇനി ഇടണ്ട, എരിവില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കത്തിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം. കാരണം ഇതിനി ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മള് ഇളക്കിക്കൊണ്ടിരിക്കണം. 20 മിനിറ്റ് കഴിയുമ്പോ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. പൊട്ടിക്കഴിയുമ്പോ നമ്മള് ഒരു വൈറ്റ് പ്ലേറ്റ് ടെസ്റ്റ് ഉണ്ട്. വൈറ്റ് പ്ലേറ്റ് ടെസ്റ്റ് എന്നുവെച്ചാൽ നമ്മള് പ്ലേറ്റിൽ ഒഴിച്ചു നോക്കിയിട്ട് ഒഴുകണുണ്ടാകും നോക്കും. അപ്പൊ ഒഴുകനാണെങ്കിൽ നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞാലും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. എന്നുവെച്ചാൽ പൊട്ടിക്കഴിഞ്ഞാലും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പൊട്ടിക്കഴിഞ്ഞിട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പൊ കൈ എടുക്കാൻ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നമ്മള് ഹൈ ഫ്ലെയിം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, സിമ്മിലാക്കാൻ പാടില്ല. ഇളക്കിക്കൊണ്ടിരിക്കണം ശരിക്കും കേട്ടോ, കൈ എടുക്കാൻ പാടില്ല. ശരി, ഇത് ഇപ്പൊ പൊട്ടി തുടങ്ങിയാണ്ടല്ലേ, അല്ല പൊട്ടണ കണ്ടില്ലേ. അപ്പൊ നമുക്കൊന്ന് സിമ്മിലാക്കിയിട്ട് ഒരു വൈറ്റ് പ്ലേറ്റ് എടുക്കണം. വെള്ള കളറിലെ പ്ലേറ്റ് എടുക്കണം, എന്നാലും നമുക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ടില്ലേ. അപ്പൊ അതിൽ നിന്ന് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അടുക്കി പിടിച്ചാലെന്ന് ഓർത്തിട്ട് ഇത് ഇങ്ങനെ കുറച്ചെടുത്ത് ഇതിനകത്ത് വെക്കണം. എന്നിട്ട് ഇത് കണ്ടിങ്ങനെ ഇപ്പൊ ഒഴുക്കുമ്പോ നല്ല ശരിക്കും ലിക്വിഡ് ആയിട്ട് ഒഴുകണുണ്ടോ. അപ്പൊ ആയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, പൊട്ടിയാലും നമ്മൾ ആവൂലെന്ന് പറയുന്നത്. അപ്പൊ ഇനിയും കുറച്ചേരം കൂടി ഇളക്കിക്കൊണ്ടിരുന്നാലേ അതാവുള്ളൂ. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. എപ്പോഴും പൊട്ടിയിട്ടുണ്ട്, പക്ഷെ പൊട്ടി തുടങ്ങി. പക്ഷെ അതങ്ങനെ കൺസിസ്റ്റൻസി അങ്ങനെ കൂടിയില്ല. ലിക്വിഡ് ടൈപ്പ് തന്നെയായിരുന്നു. നമ്മള് ഒഴിച്ചു നോക്കിയപ്പോ കണ്ടില്ല, ലിക്വിഡ് ടൈപ്പ് തന്നെയായിരുന്നു. കുറച്ചും കൂടി ഇങ്ങനെ കട്ടിയായാലേ സോസ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ നല്ല ശരിക്കും പൊട്ടണുണ്ട്. നമുക്ക് സിമ്മാക്കിയിട്ട് ആ പ്ലേറ്റ് എടുത്ത ഹാൻഡ്സില് നോക്കാം. കണ്ടില്ലേ, അതൊക്കെ പയ്യല്ലേ ഒഴുകണത്. ഈ ഒരു പഴിവം ഇതിങ്ങനെ കുടഞ്ഞാലിങ്ങനെ കണ്ട പയ്യെ വരണുള്ളൂ, പെട്ടെന്ന് വരുന്നില്ല. കണ്ട ഈ ഒരു പരി പോകുമ്പോ നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. നമ്മുടെ സോസ് ഇപ്പോ റെഡി ആയിരിക്കുകയാണ്. അടിപൊളി. ശേഖരം കടയിൽ നിന്ന് ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ എരിവിട്ടായിരുന്നു. ആ എരിവ് അങ്ങനെ കൂടിയിട്ടില്ല, എന്നാലും ചെറുതായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ നോക്കാം. അപ്പൊ ഞാൻ ഈ കുപ്പിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യണത്. ഞങ്ങൾ നേരത്തെ കടയിൽ നിന്ന് സോസ് വാങ്ങിച്ചപ്പോ കിട്ടിയ കുപ്പിയാണ്. ഇപ്പൊ ആറിയിട്ടുണ്ട്. നമുക്കിത് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ കുപ്പിയിലേക്കാണ് നമ്മൾ മാറ്റിയത്. നമുക്ക് തുറക്കാം. കാണിച്ചു നല്ല സ്മൂത്ത് കണ്ടില്ലേ സോസ്. ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയ ടൊമാറ്റോ സോസ്. നമ്മള് കെച്ചപ്പ് ഉണ്ടാക്കുന്നത് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അതുപോലെ തന്നെ കെച്ചപ്പ് ഉണ്ടാക്കി കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഈ വീഡിയോയും ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇൻഗ്രീഡിയൻസിൽ വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാം. അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.